ഹലോ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാഹന ഇൻഷുറൻസ് ക്ലെയിം എങ്ങനെ നൽകാം, അതേപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ക്ലെയിം റിജക്ട് ആകാതിരിക്കാൻ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നീ വിഷയങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് കടക്കാം. ആദ്യമേ തന്നെ ഒരു അപകടം സംഭവിച്ചാൽ എന്തൊക്കെയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഒരു അപകടം സംഭവിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനം മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചു. ആദ്യമേ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പരിക്കേറ്റ ആളെ ചികിത്സിക്കാൻ നോക്കുക. അതിനുശേഷം നാശനഷ്ടം സംഭവിച്ച വാഹനവും ആ സ്ഥലവും കൂട്ടി ഒരു ഫോട്ടോയോ വീഡിയോയോ നിങ്ങൾ തെളിവുകളായി എടുക്കാൻ മറക്കരുത്. ഇങ്ങനെ എടുത്തു വെച്ച ഫോട്ടോയും വീഡിയോകളും ക്ലെയിം പ്രോസസ്സിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. പോലീസിൽ എഫ്ഐആർ നൽകുക. മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചു, ആളുകൾക്ക് പരിക്ക്, പൊതുസ്ഥലത്തിന് നാശനഷ്ടം എന്നീ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മൂലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിൽ എഫ്ഐആർ ഇടാൻ മടിക്കരുത്. കാരണം ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന തർക്കങ്ങൾക്ക് ഈ എഫ്ഐആർ ഇടുന്നത് എന്തുകൊണ്ടും ഒരു നല്ല പരിഹാരമാണ്. മൂന്നാമത്, ഇൻഷുറൻസ് കമ്പനി വിവരം അറിയിക്കുക. അപകടം നടന്ന 24 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയെ വിവരം അറിയിക്കാൻ മറക്കരുത്. ഇൻഷുറൻസ് കമ്പനി വിവരം അറിയിക്കുമ്പോൾ ഒരു ക്ലെയിം നമ്പർ നിങ്ങൾക്ക് നൽകും. അത് നിങ്ങൾ കുറിച്ചു വെക്കുക. വിവരം അറിയിക്കാൻ നിങ്ങൾ എടുക്കുന്ന ഓരോ സമയവും ചിലപ്പോൾ നിങ്ങളുടെ ക്ലെയിം റിജക്ട് ചെയ്യാൻ സാധ്യത ഏറെയാണ്. ഈ ഇൻഷുറൻസ് കമ്പനിക്ക് ആവശ്യമായ ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലൈസൻസിന്റെ കോപ്പി, RC ബുക്ക്, ഇൻഷുറൻസിന്റെ കോപ്പി, എഫ്ഐആർ ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്ത ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുക്കാവുന്നതാണ്. 5. സർവേയർ പരിശോധനയും റിപ്പയറും. അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പയർ ആരംഭിക്കുകയും ചെയ്യാവുന്നതാണ്. റിജക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുക, മദ്യപിച്ച് വണ്ടി ഓടിക്കുക, ഇനി ഇൻഷുറൻസ് പോളിസികളിൽ കൊടുത്ത തെറ്റായ വിവരങ്ങൾ മൂലവും നിങ്ങൾക്ക് ക്ലെയിം റിജക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ സമയം കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ടിംഗ്. 24 മണിക്കൂറിന് ശേഷമാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ ക്ലെയിം റിജക്ട് ചെയ്യാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. ഇങ്ങനെയാണ് ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ക്ലെയിം ചെയ്യേണ്ടതും അതേപോലെ റിജക്ട് ആകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.